ഈ വീട്ടിലെത്തിയ ഇയാളുടെ സ്വഭാവം മാറി. വീട്ടിലെത്തിയ ഇയാൾ ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഈ പോലീസ് പറയുന്നത് പ്രകാരം പരപുരുഷ ബന്ധത്തെ തുടർന്നുള്ള സംശയങ്ങളാണ് ഇയാൾ ഈ വഴക്കുകൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത്. അങ്ങനെ ഈ വീട്ടിൽ വഴക്കാകുകയും ഈ വീട്ടിൽ സ്ഥിരമായിട്ട് വഴക്കുണ്ടാകുന്ന പതിവുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികളൊന്നും ഇത് കാര്യമായിട്ട് എടുത്തില്ല. പതിവായി ഭാര്യയും ഭർത്താവും തമ്മിൽ നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള വഴക്കാണ് ഇതെന്ന് കരുതി അവരാരും ആ ഒരു തർക്കത്തിലേക്ക് ഇടപെടാൻ വന്നില്ല. അങ്ങനെ വീട്ടിലെത്തി ഭാര്യയുമായിട്ട് വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് കുട്ടികൾ ബഹളമുണ്ടാക്കുകയും ഈ ഭാര്യയുടെ പിതാവായ ശശി ഇയാളോട് പറയുന്നു ബഹളം വയ്ക്കാതെ ഇറങ്ങിപ്പോകാൻ പറയുന്നു. ഇയാൾ നേരെ വീടിനുള്ളിലെ മുറിയിലേക്ക് പോകുന്നു. അതിന് ശേഷം ഒരു കത്തിയുമായി പുറത്തേക്ക് ഇറങ്ങി വന്നു. കത്തിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് നിന്നെയൊന്നും വെച്ചേക്കത്തില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശശിയെയാണ് ആദ്യം ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ശശിയെ ഈ പിതാവിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കണ്ട ശാരിമോൾ തടസ്സം പിടിക്കാൻ എത്തിയതാണ്. ശാരിമോളുടെ വയറ്റിലാണ് കുത്തേറ്റിരിക്കുന്നത്. വയറ്റിൽ കുത്തേറ്റ് കുടൽമാലയടക്കമുള്ള ആന്തരികാവയവങ്ങൾ പുറത്തു വന്ന നിലയിലായിരുന്നു. അങ്ങനെ ശാരിമോൾ വീഴുന്നത് കണ്ട് തൊട്ടയൽപക്കത്തെ വീട്ടിൽ താമസിക്കുന്ന രാധാമണി ഇവരുടെ നാത്തൂനാണ്, ഈ ശാരിമോളുടെ പിതാവിൻ്റെ സഹോദരിയാണ്. അങ്ങനെ അവർ വരുന്നു. അവർക്കും ഇയാളിൽ നിന്നുള്ള ആക്രമണം നേരിട്ട് അവർക്കും പരിക്കേൽക്കുന്നു. അങ്ങനെ 15 മിനിറ്റോളം ഈ പരിക്കേറ്റവരും ഈ ശാരിമോളും അവിടെ കിടക്കുന്നു.